രാവിലെ പിള്ളേർക്ക് കുടിക്കാനായിട്ട് ഞാൻ കോഫി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ അകത്ത് ചിക്കൻ പാറ്റീസ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ചായയൊക്കെ റെഡിയായി. അപ്പം ഞങ്ങളുടെ ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ അവൻ്റെ ടിഫിൻ എടുത്തിട്ടാണ് ഞാൻ ചായ എടുക്കുന്നത്. രാവിലെ ഒരു 5:15 ഇപ്പം സമയം. വെളിയിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ. രാവിലെ എണീക്കാനേ തോന്നത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ പോഹയാണ് ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞിട്ടുണ്ട്. ഒരു നാരങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കപ്പലണ്ടി ഇവിടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല. അല്ലെങ്കിലും പോഹ ഇവിടെ ഇവർക്കുമാർക്കൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ അതിൽ കപ്പലണ്ടി ഇങ്ങനെ വറുത്തിട്ട് കുറച്ചിങ്ങനെ കോരും, കുറച്ച് അതിലിടും. എന്നിട്ട് ചീനച്ചട്ടിയിൽ ഇച്ചിരി ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ആ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പൊന്ന് അലിയാനായിട്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വാരിയെടുത്ത പോഹയും കൂടെ അതായത് അവലോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇട്ടതിന് ശേഷം ഒരു നാരങ്ങയും പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇവർക്കുള്ള എടുത്തിട്ട് പിന്നെ ബാക്കി ആവശ്യമുള്ളവർക്ക് കപ്പലണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം രാവിലെ ഇവർ കുറച്ച് പേര് കഴിച്ചില്ല, താണ്ട ബാക്കി ഇത്രയും ഇരിപ്പുണ്ട്. അത് പിന്നെ വൈകിട്ട് ഞങ്ങൾ ചായയുടെ കൂടെ ഞാനും ഡാഡിയും കൂടെ കഴിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. സവാളയ്ക്ക് അരിഞ്ഞെടുത്ത് അപ്പോൾ അത് രാവിലെ അങ്ങോട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഇത്തിരി സമയം എടുക്കുമല്ലേ, അതുകൊണ്ട് രാവിലെ അതങ്ങ് ഉണ്ടാക്കും. അപ്പോൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അതവിടെ ഇട്ടിരുന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, തീ കൂട്ടിയും കുറച്ചൊക്കെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇവർക്ക് ചപ്പാത്തിയോടെ കഴിക്കാനാണ് ഇഷ്ടം. അതിനുശേഷം പിന്നെ തോരൻ വെക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട തോരൻ വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കറി ഇരിപ്പുണ്ട്. അപ്പം തോരനോടൊന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പം ബീട്രൂട്ടൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ചീനച്ചട്ടി വെച്ച് കടുകിട്ട് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് പിന്നെ സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്ന് വാട്ടി വന്നപ്പോഴത്തേക്കിന് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കാണിക്കുന്ന വീഡിയോ ഞായറാഴ്ച രാത്രി ഉണ്ടാക്കിയ ഫുഡാണ്. അതായത് സിമ്പിളായിട്ടൊരു ചമ്മന്തിയും മുട്ടയും ബീട്രൂട്ട് തോരൻ ഇന്നലത്തെ ഉണ്ടായിരുന്നു, അതും അച്ചാറും. അപ്പം ഞാൻ ചമ്മന്തി അരച്ചെണ്ണ പുളിക്ക് വേണ്ടി ഇച്ചിരി വിനാഗിരിയാണ് ചേർത്തത്. പിള്ളേർക്ക് പുളി അത്ര ഇഷ്ടമല്ല. അപ്പോൾ മുട്ട പൊരിക്കാൻ നേരം ഞാൻ ഉപ്പ് ഡയറക്റ്റ് ഇടുവാണെങ്കിൽ അത് കലക്കുന്നുണ്ട സമയത്ത് ചൊവ്വിന് അങ്ങോട്ടാവത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ഉപ്പൊന്ന് കടിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ഉപ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം മുട്ട ഉണ്ടാക്കുമ്പോഴും ഇച്ചിരിച്ച നീരൊഴിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്.